പല സാധ്യതകൾ മുന്നിലുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യവും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ, അതുമല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾക്ക് 6 മാസത്തിനകത്ത് മത്സരിച്ച് ജയിച്ചാൽ മതിയല്ലോ. ആ നിലയ്ക്ക് ഷമ മുഹമ്മദ് ആകാൻ പോലും സാധ്യതയുണ്ട്. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ പറയാൻ പോകുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യമല്ല, ആരായിരിക്കും പുതിയ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും പിണറായി വിജയനാണ് ആകേണ്ടത്. പക്ഷേ പ്രായാധിക്യവും അനാരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ വയ്യാത്ത പ്രായത്തിൽ പുള്ളി മുഖ്യമന്ത്രിയാകാൻ മടിക്കുകയില്ലെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ആ സഭയിൽ ഹാജരാകുക എന്ന് വെച്ചാൽ പുള്ളിക്ക് അത് തന്നെ ഒരു കുറച്ചിലാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഏറ്റെടുക്കുകയില്ല എങ്കിൽ പിന്നെ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖം അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവും ലോക യുവജന സംഘടനയുടെ അഖില ലോക നേതാവുമായിരുന്ന സാക്ഷാൽ മുഹമ്മദ് റിയാസിൻ്റെയാണ്.